അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തും അതുപോലെ തന്നെ നമുക്ക് നൽകിയ നിഅമത്തുകളും നീങ്ങിപ്പോകാതെയും അതിൽ ദാരിദ്ര്യം വീണ്ടും വന്നു ചേരാതെയും സൂക്ഷിക്കൽ നമുക്കൊരു ബാധ്യതയുണ്ട്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ നാം പ്രാവർത്തികമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാരിദ്ര്യം വന്നുകൂടുന്ന ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ നാം ആവർത്തിക്കരുത്. ഒന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ശുദ്ധി കൂടാതെ നിസ്കരിക്കാൻ പാടില്ല. ശുദ്ധി കൂടാതെ നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ രണ്ട് തരത്തിലാണ് നമുക്ക് അശുദ്ധി ഉള്ളത്. ഒന്ന് വലിയ അശുദ്ധി, കുളിക്കേണ്ട അശുദ്ധി വരുമ്പോൾ ശരിക്ക് വൃത്തിയിൽ കുളിച്ചിട്ടില്ലെങ്കിൽ, ശരിയായി കുളിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അശുദ്ധി മാറുന്നില്ല. അതോടുകൂടെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അശുദ്ധിയോടുകൂടെ ചെയ്ത അമലാണ്. അതുപോലെ തന്നെ വളു ചെയ്യുമ്പോൾ ഈ വളുവിലും നമുക്ക് ശരിയായിട്ടില്ലെങ്കിൽ അശുദ്ധിയോടുകൂടെയുള്ള നിസ്കാരമാവും. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുളിക്കുമ്പോൾ നമ്മൾ കുളിയുടെ നീയത്തോട് കൂടിയിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതോട് കൂടിയിട്ട് നമുക്ക് കുളിയുടെ നീയത്ത് വേണം, ഫസ്റ്റിലെ പാട്ട. പിന്നീട് നമ്മളെ ശരീരം മുഴുവൻ നനയണം. ശരീരം നനയാത്ത ഒരു ഭാഗം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുളി ശരിയായി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒതു എടുക്കുമ്പോൾ നമുക്ക് ഒതു ശരിയാവാത്തത് നമ്മൾ ചില ഭാഗങ്ങളിൽ നനയാതെയൊക്കെ കിടപ്പുണ്ടാകും. മുഖത്തോ കയ്യുമലോ കാലുമലോ എവിടെയെങ്കിലുമൊക്കെ നനയാതെ കിടപ്പുണ്ടാവും. അത് കാരണം തന്നെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒതു ചെയ്യുമ്പോൾ ഈ പറയപ്പെട്ട അവയവങ്ങളൊക്കെ ശരിക്ക് കഴുകി വൃത്തിയാക്കി, പിന്നെ അതുപോലെ തന്നെ ഉറപ്പുണ്ടാകാൻ വേണ്ടിയിട്ട് ഈ അതിർത്തികളിൽ നിന്നൊക്കെ അല്പം കയറ്റി ഒരു ഇത്രയൊക്കെ കഴുകുക, മുട്ടുവരെ കഴുകുക എന്നാൽ ഇത്ര കഴുകുക, അതുപോലെ തന്നെ നെരിയാണി വരെ കഴുകുക എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര വരെ കഴുകുക, പിന്നെ മുഖം കഴുകുക എന്ന് പറയുമ്പോൾ ചെവിടിൻ്റെ കുറ്റി വരെയൊക്കെ കഴുകുക. ഇങ്ങനെ എല്ലാം ഒന്ന് കയറ്റി കഴുകുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നും ശരിയായി. അല്ലാത്ത രൂപത്തിൽ നിസ്കരിക്കുന്ന കാര്യത്തെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അശുദ്ധിയോടുകൂടെ നിസ്കരിക്കുന്നവനിക്ക് ദാരിദ്ര്യം വരും എന്ന്. പിന്നെ അത് നമ്മൾ ഒഴിവാക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് സുബഹിന്റെ നേരത്ത് നിസ്കരിക്കണം. കറക്റ്റായിട്ട് നമ്മൾ സുബഹി ഖളാ ആവാതെ നിസ്കരിക്കുക. സുബഹിന്റെ നേരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകളും ബർക്കത്തുകളും സമ്പത്തുകളൊക്കെ ഇങ്ങനെ വാരി വിതരണ ഒരു സമയമാണ് എല്ലാ ദിവസവും. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഈ സമ്പത്തും ധനവും വിതരണം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉറങ്ങിക്കിടക്കാതെ നമ്മൾ പ്രാർത്ഥനയിലായിരിക്കണം. അതുകൊണ്ട് തന്നെ സുബഹി ഖളാ ആവാതെ എല്ലാവരും എഴുന്നേൽക്കണം. ഒരിക്കലും സുബഹി ഖളാ ആക്കാൻ പാടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും രാത്രിയിൽ ഇദാ വഖഅത്തിൽ വാഖിയ എന്ന സൂറത്തുൽ വാഖിയ പതിവാക്കണം. ഇത് എല്ലാ ദിവസവും നമ്മൾ മഗ്‌രിബിൻ്റെയും പിന്നെ ഉറങ്ങുന്നതിൻ്റെയും ഇടയിലുള്ള ഒരു സമയത്താണ് ചെയ്യേണ്ടത്. ഇനി എല്ലാ ദിവസവും നിങ്ങൾക്ക് പതിവാക്കാൻ പ്രയാസമാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇത് പതിവാക്കുക. ഞായറാഴ്ച, തിങ്കളാഴ്ച രാവ് ഞായറാഴ്ചയും വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ചയും. ഇനി അതിനും നിങ്ങൾക്ക് കഴിയണില്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ് എല്ലാ വ്യാഴാഴ്ചയും അങ്ങനെ ചെയ്യുക. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും നിങ്ങളത് ഓതാതെ പോകരുത്. കാരണം അത് നമുക്ക് ദാരിദ്ര്യം വരുത്തും, മാത്രമല്ല നമുക്ക് സമ്പത്ത് ഉണ്ടാവാനുള്ള മാർഗം തടയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇദാ വഖഅത്തിൽ വാഖിയ സൂറത്ത് എല്ലാ ദിവസവും രാത്രി ഓതുന്നവനിക്ക് അല്ലാഹു തആല സമ്പത്ത് കൂടുതലായിട്ട് ഇറക്കി കൊടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഉള്ളതിൽ ബർക്കത്ത് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യം അവൻ്റെ അടുത്തേക്ക് വരിക പോലും ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇദാ വഖഅത്തിൽ വാഖിയ സൂറത്ത് എല്ലാവരും പതിവാക്കുക. പിന്നെ പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത് കുടുംബബന്ധം പുലർത്തുക. കുടുംബബന്ധം പുലർത്തുക എന്നാൽ നമ്മൾ കുടുംബക്കാരായിട്ട് തെറ്റി നിൽക്കണമെങ്കിൽ അതൊക്കെ മുണ്ടൽ വളരെ നിർബന്ധമാണ്. കാരണം കുടുംബബന്ധം പുലർത്താത്തവനെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ സ്വർഗം അവനിക്ക് ലഭിക്കുകയില്ല, സ്വർഗത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടും. മാത്രമല്ല നമുക്ക് അല്ലാഹു തആല തന്ന ആയുസ് പോലും ചുരുക്കപ്പെടും. നമുക്കൊരു 100 വയസ്സ് അല്ലാഹു തആല വിധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 60, 70, 80 ആകുമ്പോഴേക്കും തന്നെ നമ്മൾ ആയുസ് തീരുക. ഇതാണ് ആയുസ് ചുരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഇതുപോലെ ഉണ്ടാവും. അതുപോലെ തന്നെ ദാരിദ്ര്യം നിങ്ങളെ പിടിപെടും. അതുകൊണ്ട് കുടുംബക്കാർ നമ്മൾ അങ്ങോട്ട് തെറ്റിയതായാലും അവരിങ്ങോട്ട് തെറ്റിയതായാലും നമ്മൾ കുടുംബക്കാരായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തുക, പരസ്പരം ഫോൺ ചെയ്യുക, കാര്യങ്ങൾ അന്വേഷിക്കുക, സഹായിക്കുക, കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും പോയും വന്നുകൊണ്ടൊക്കെ ഇരിക്കുക. എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം അങ്ങനെ ചെയ്യുക. ഇനി നമ്മൾ കാരണമല്ല, അവർ കാരണമാണ് കുടുംബത്തിലൊരു ഇഷ്യൂ വന്നത് എങ്കിലും നമ്മൾ എന്താക്കുക, ക്ഷമിച്ചു കൊടുക്കുക. കാരണം എന്താ, അവർ മാത്രമല്ല നശിച്ചു പോകുന്നത്, നമ്മളും നശിച്ചു പോകും. അപ്പം നമ്മൾ നശിച്ചു പോകാൻ നമുക്ക് എന്തായാലും താല്പര്യമില്ലല്ലോ. അപ്പം നമ്മൾ എന്താക്കുക, ഇങ്ങോട്ട് തെറ്റലും അങ്ങോട്ട് തെറ്റാതിരിക്കുക. ഈ കാര്യം നമ്മൾ ചെയ്യണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് സ്വതക്ക ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു സ്വതക്ക നമ്മൾ ചെയ്തിരിക്കണം. അതിപ്പോൾ യാതകനൊരു ഉറുപ്പ്യ കൊടുത്താലും അത് സ്വതക്കയാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് കൂട്ടാനോ കുറച്ച് ചോറോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം അയൽവാസികൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതും സ്വതക്കയാണ്. ബുദ്ധിമുട്ടിയ ഒരുത്തനോട് നമ്മൾ സമാധാനം പറഞ്ഞു സമാധാനിപ്പിച്ചു കഴിഞ്ഞാലും അതും ഒരു സ്വതക്കയാണ്. പിന്നെ സ്വതക്ക ചെയ്യാൻ സമ്പത്ത് തന്നെ വേണമെന്നില്ല. നല്ല നിലയിലൊരു മനുഷ്യനോട് പെരുമാറിയിട്ട് അവനെ നമ്മൾ സമാധാനപ്പെടുത്തി അവൻ്റെ മനസ്സിലേക്ക് സന്തോഷമാകുന്ന രൂപത്തിൽ നമ്മൾ ഓനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു സ്വതക്കയാണ്. ഇപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സ്വതക്കകളൊക്കെ എല്ലാ ദിവസവും നമ്മൾ എന്താക്കണം, ചെയ്യണം. ഇനി പിന്നെ ദിവസവും അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും നമുക്ക് എന്താവണം, ഇത് ഉണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് ചുരുങ്ങുകയില്ല. നേരെ മറിച്ച് അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് തന്നതിൽ കൂടുതലാക്കിയിട്ടാണ് ചെയ്യുക. പക്ഷെ ഒരു കാര്യമുണ്ട്, നിയ്യത്ത് വേണം. നമ്മൾ സ്വതക്ക ചെയ്യുമ്പോഴും ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോഴും നമ്മുടെ മനസ്സിലൊരു സുന്നത്ത് ഒരേ നിയ്യത്തുണ്ട്. എന്താണ്, ഞാൻ അല്ലാഹു തആല എനിക്ക് നിയമത്ത് വർദ്ധിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് സ്വതക്ക കൊടുക്കുന്നത്, ഞാൻ ഇത് സ്വതക്കയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. കൊടുക്കൽ ആർക്കും ആവാം, അതൊന്നും കുഴപ്പമില്ല. അവിടെ ജാതി മത വ്യത്യാസമൊന്നുമില്ല, മനുഷ്യന്മാർക്ക് ആയാൽ മതി. എന്നാലും നമുക്ക് കാര്യങ്ങൾ നടക്കും. അങ്ങനെ സ്വതക്ക ചെയ്യുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് സമ്പത്ത് നമുക്ക് ഇറങ്ങി വരാൻ, നമ്മളടുത്തേക്ക് ഉണ്ടായി വരാൻ വേണ്ടിയിട്ട് 2 ദിക്റുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് അസ്തഗ്ഫിറുല്ലാഹൽ അസീം, രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ 99 ഇസ്മുകളിൽപ്പെട്ട 2 ഇസ്മ യാ വനിയു യാ മുഗ്നി. ഈ 2 ഇസ്മുകളും നമ്മൾ പതിവാക്കണം. 100 വീതം മതി. എണ്ണം പിടിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. സുമാർ ഒരു 100 ചെല്ലിയാൽ മതി. 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു 100 ചൊല്ലിയിരിക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം യാ വനിയു യാ മുഗ്നി. എന്നാൽ നമ്മളറിയാതെ തന്നെ നമുക്ക് സമ്പത്ത് വന്നുകൊണ്ടിരിക്കും. നമ്മൾക്ക് കിട്ടിയത് അനാവശ്യമായിട്ട് ചിലവായി പോകാതെ ഇരിക്കും. നമുക്ക് പുതിയൊരാവശ്യം വരുമ്പോൾ പുതിയൊരു സമ്പത്തും അല്ലാഹു തആല തന്നിരിക്കും. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഈ ദിക്റുകൾ 2 എല്ലാവരും എല്ലാ ദിവസവും പതിവാക്കണം. ഫർളൊക്കെ കറക്റ്റായിട്ട് നിസ്കരിക്കുന്നവരാണെങ്കിൽ എല്ലാ നിസ്കാരത്തിൻ്റെ പിന്നിലും ഇതൊരു 20 വീതം ഓതിയാൽ മതി. എന്നാൽ തന്നെ നമുക്ക് ഒരു 5 നേരത്തെ നിസ്കാരമാകുമ്പോൾ 100 കിട്ടും. ഇനി അല്ലാത്തവരെന്താക്കുക, എണ്ണം പിടിക്കാതെ തന്നെ ഏകദേശം ഒരു 100. ഇനി എണ്ണം പിടിച്ചിട്ടായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരു 100 വീതം അസ്തഗ്ഫിറുല്ലാഹൽ അസീം, പിന്നെ അതേപോലെ യാ വനിയു യാ മുഗ്നി എന്ന ദിക്ർ ചൊല്ലുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ അള്ളാഹുവിനോട് ഇടക്കിടക്ക്, അതായത് നിസ്കരിച്ച് കഴിഞ്ഞാലും ഇബാദത്തുകൾ ചെയ്താലും പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്തും രാത്രിയും ഒക്കെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ഇങ്ങനെയാണ് വേണ്ടത്: പടച്ചവനെ, ഹലാലായ സമ്പത്ത് തന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി തരണേ റഹ്മാനേ എന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഹലാലായ സമ്പത്തുകൾ നീ നൽകണേ റഹ്മാനെ. ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കുക. നിങ്ങൾക്കറിയാവുന്ന ഒരു ഭാഷയിൽ പ്രാർത്ഥിക്കണം. അല്ലാതെ അറബിയിൽ തന്നെ വേണം എന്നില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സമ്പത്ത് നൽകും. നിങ്ങൾക്ക് നൽകിയ സമ്പത്തുകളിൽ ബർക്കത്ത് ഉണ്ടാകും. നിങ്ങൾക്ക് കടം വീട്ടാൻ സമ്പത്ത് ഉണ്ടാകും. കടം മറ്റൊരുത്തൻ്റെ അടുത്ത് വാങ്ങേണ്ടി വരൂല. അതേമാതിരി തന്നെ ദാരിദ്ര്യം നിങ്ങളെ പിടിപെടൂല. ദാരിദ്ര്യം പിടിപെടൂല എന്ന് പറയുമ്പോൾ ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പിശാചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പാലിച്ചാൽ
ഇതാവക്കാറ്റിയൊക്കെ ഓതി ഇപ്പം ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ ദിക്കറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പാലിക്കുമ്പോൾ ഒരു പ്രകാശവോളം നിങ്ങൾ കാണാതെ നിങ്ങളെ ചുറ്റും ഇങ്ങനെ വലയം ചെയ്തിട്ടുണ്ടാകും. നമുക്ക് നോക്കിയാൽ കാണാനുള്ള കഴിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ്. എങ്കിലും അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. റസൂലുള്ള പറഞ്ഞതാണല്ലോ. അപ്പം ആ പ്രകാശം ഉണ്ടാവും. അങ്ങനെ ശൈത്താൻ എങ്ങനെ വന്നാലും നമ്മളെ എത്തിട്ട് വരാൻ കഴിയില്ല. ആ പ്രകാശത്തിൻ്റെ എത്തെത്തുമ്പോഴേക്കും അത് തട്ടിത്തെറിച്ചു പോകും, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരിക്കലും നമ്മളെ തൊടാൻ കഴിയൂല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും എന്താക്കണം, പ്രാവർത്തികമാക്കുക. അല്ലാഹു തആല എന്നാൽ നിങ്ങൾക്ക് നല്ല ബർക്കത്ത് നൽകും, നിങ്ങൾ സമ്പന്നരായിത്തീരും. പിന്നെ വെറും ദുനിയാവിൻ്റെ കാര്യത്തിലേക്ക് മാത്രം എന്താണ് ഉസ്താദ് ക്ഷണിക്കുന്നത് എന്ന് ആരും ധരിക്കണ്ട. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് ഇപ്പോൾ ദുനിയാവിൽ ഇടങ്ങാറായിട്ടുള്ള ഈ ഇടങ്ങാറ് ഒക്കെ തുറവടിയായി കിട്ടലാണ്, കടങ്ങൾ വീടലാണ്. അത് മാത്രമല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ദുനിയാവിൽ നമുക്ക് നേടാൻ കഴിഞ്ഞാൽ നമുക്ക് പരലോകത്തും നേടാൻ കഴിയും. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുനിയാവിൽ നമുക്ക് ആവശ്യത്തിനുള്ള സമ്പത്തുകൾ നമുക്കുണ്ടെങ്കിൽ മറ്റൊരുത്തൻ്റെത് കക്കാൻ നമ്മൾ പോകൂല, മറ്റൊരുത്തൻ്റെത് പിടിച്ചു പറിക്കാൻ പോകൂല, പലിശൻ്റെ ഇടപാടിന് നമ്മൾ പോകൂല. നാട്ടിൽ പള്ളി മദ്രസ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ സംഭാവനകൾ കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾക്ക് നമ്മൾ സഹായിച്ചിട്ടുണ്ടാവും. നമ്മളെ നാട്ടിലും കുടുംബത്തിലുള്ള പാവപ്പെട്ടവരെ നമ്മൾ സഹായിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും കൂലി കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും നമുക്ക് സമ്പത്ത് ആവശ്യമാണ്. ഇപ്പം മനസ്സിലായില്ലേ? അപ്പം നമ്മൾ സമ്പത്ത് നമുക്ക് കിട്ടിയാൽ തന്നെ പിന്നെ നമ്മുടെ പാർവസ്കാരം കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തുണ്ടാവും? ഏകദേശം നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈ കാര്യം തന്നെ പ്രത്യേകിച്ച് വീണ്ടും പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടി നമ്മൾ ഐശ്വര്യത്തിൻ്റെ ഒരു മാർഗത്തിൽ എത്തിച്ചു തരട്ടെ. പടച്ചവനെ റഹ്മാനായ റബ്ബെ, കടം കൊണ്ട് ബുദ്ധിമുട്ടിയ ഇടങ്ങേറായ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും എല്ലാ കടങ്ങളും ഇടങ്ങേറുകളും വിഷമങ്ങളും ഒഴിവാക്കി തരണ റബ്ബെ. ഞങ്ങൾക്കും അവർക്കും ഒക്കെ വന്നിട്ടുള്ള കടങ്ങളെല്ലാം വീട്ടാൻ അതിനുള്ള ആവശ്യമായ സമ്പത്തും ആയുസ്സും ജോലിയും തൊഴിലും പ്രവൃത്തിയും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഹയ്യുൽ ഖയ്യൂമായ റബ്ബെ, ഞങ്ങൾ പാവങ്ങളാണ്, സാധുക്കളാണ്, ഞങ്ങളും നിൻ്റെ അടിമകളാണ് റബ്ബെ. ഞങ്ങളെടുത്ത് വന്ന തെറ്റുകൾ കാരണം ഞങ്ങളെ ഈ പരീക്ഷിക്കലെ റഹ്മാനെ. ഞങ്ങൾക്ക് തരാനും നീ മാത്രമുള്ളൂ റബ്ബെ. ഞങ്ങൾക്ക് ആവശ്യമായ ഹലാലായ സമ്പത്തുകൾ തന്ന് ഞങ്ങളെ എല്ലാ ആവശ്യങ്ങളും നീ നടത്തി തരണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സഹോദരന്മാരെ, ഈ ചാനൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഷെയർ ചെയ്യണം. അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.